ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു പുഡിംഗ് റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ബട്ടർ സ്കോച്ച് എസൻസും നമ്മുടെ പൂളക്കിഴങ്ങൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ്. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുകയെന്ന് നോക്കാം. ജലാറ്റിനും ചൈന ഗ്രാസ് ഉപയോഗിച്ചും പുഡിംഗ് ഉണ്ടാക്കാം. ഞാനിവിടെ ചൈന ഗ്രാസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു 5 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ പൂള പുഡിങ്ങിലേക്ക് 5 ഗ്രാമിൻ്റെ ആവശ്യമില്ല. ആദ്യം നമുക്കിതൊന്ന് ചെറുതായി നുറുക്കി വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കാം. ശരിക്കും ഇത് കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ഇല്ലേ? എന്നാൽ ഇത് സീവീഡ്സിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പ്രത്യേകിച്ചൊരു സ്മെല്ലോ ടേസ്റ്റോ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള ഫ്ലേവേഴ്സ് ചേർത്ത് വെറൈറ്റി പുഡിങ്സും ഡെസർട്ടും ഒക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കാം. ഇപ്പം ഞാനിതിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഫുള്ള് വേണ്ട. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹാഫ് കപ്പില്ലേ, അതിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് നിറയ്ക്കാതെ ജസ്റ്റ് ഒന്ന് വാരിയിടുക. ജസ്റ്റ് വാരിയിട്ടിട്ട് നിറയ്ക്കുക. ഇത് 125 ml കപ്പാണ്. ഇതിലേക്കാണ് ഞാൻ ചൈന ഗ്രാസ് വാരിയിടുന്നത്. ഇത് ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇങ്ങനെ കപ്പിൽ അളവ് പറയുമ്പോൾ എളുപ്പമായിരിക്കും എടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ കപ്പിൽ പറയാൻ കാരണം. വല്ലാതെ പ്രസ് ചെയ്ത് നിറയ്ക്കും ചെയ്യരുത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഈ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 125 ml കപ്പാണ് കേട്ടോ. ഇപ്പം നമ്മളെടുത്ത ചൈന ഗ്രാസ് ഏകദേശം 4 ഗ്രാം ഉണ്ടാവും. 2.5 കപ്പ് പാലിലാണ് നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. ശരിക്കും 1/2 ലിറ്റർ പാല്, അതായത് 250 ml കപ്പിന് 2 കപ്പ് പാലിന് 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് വേണ്ടത്. പക്ഷേ കപ്പ ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചൈന ഗ്രാസിൻ്റെ അളവ് കുറച്ചിട്ടുള്ളത്. ഇനി വേണ്ടത് പൂളയാണ്. ഞാനൊരു ചെറിയ പീസ് പൂള എടുത്ത് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. പുഡിങ്ങിന് ഇത് ഫുള്ള് വേണ്ട കേട്ടോ. 1/3 കപ്പ് മതി. കുറച്ച് പൂള ബാക്കിയുണ്ട് ഇവിടെ. അതും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ തോരനുണ്ടാക്കും. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 2.5 കപ്പ് പാൽ അളന്നൊരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ബട്ടർ സ്കോച്ച് എസൻസ്. പിന്നെ വേണ്ടത് 1 കപ്പ് പഞ്ചസാര, അതായത് 250 ml 1 കപ്പ് പഞ്ചസാര. ഇത് 125 കപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനിതിന് 2 കപ്പ് പഞ്ചസാര ചേർക്കും. ഇപ്പം നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ കുതിർന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും വേണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ പാലും നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. പാലും പാട കെട്ടാതിരിക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ പാല് തിളയ്ക്കാനാവുമ്പോൾ അതിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൂള ഇതുപോലെ 1/3 കപ്പാണ് ഇത്. അതിലേക്ക് നന്നായി പ്രസ് ചെയ്ത് നിറയ്ക്കുക. എന്നിട്ട് പാലിലേക്ക് ഇട്ട് കൊടുക്കുക. പൂള ചേർത്ത് കഴിഞ്ഞ് 2-3 മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ. പൂള നന്നായി വെന്ത് മിക്സ് ആകുന്നതിനേക്കാൾ ടേസ്റ്റാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുന്നത്. അപ്പോൾ വെന്തുടയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് മെൽറ്റായും കൊണ്ട് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ. ഇപ്പോൾ പൂള ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പാല് തിളയ്ക്കുമല്ലോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കേണ്ടത്. 250 ml കപ്പിന് 1 കപ്പ്. പുഡിങ്ങൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണം. ഇനി അഥവാ മധുരം അത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചേർക്കുക. ഇതിപ്പോൾ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റായി. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി 1/2 കപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര മെൽറ്റാവട്ടെ. ഇനി ഇതിലേക്ക് ഒരു 5-6 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഏകദേശം നമ്മുടെ പുഡിങ്ങിൻ്റെ പണി കഴിയാറായി. ഇവിടെ ചൈന ഗ്രാസ് നന്നായി മെൽറ്റായിട്ടുണ്ട്.
ഇനി രണ്ടും കൂടെ ഒന്നിച്ച് നന്നായി മിക്സ് ചെയ്യുക. രണ്ടും ഒപ്പം ഓഫാക്കുക. അതായത് രണ്ടും ഒരേ ടെമ്പറേച്ചറിലായിരിക്കണം. ഇപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റായി എന്ന് വിചാരിച്ച് ആദ്യമേ ഓഫാക്കിയിടണ്ട. അതവിടെ സിമ്മിൽ തന്നെ കിടന്നോട്ടെ, അല്ലെങ്കിൽ ശരിക്കും സെറ്റായി കിട്ടില്ല. ഞാനിവിടെ ഈ പാലിൻ്റെ കൂട്ട് ചൈന ഗ്രാസിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നേരെ തിരിച്ചും ചെയ്യാട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് ചൂടാറിക്കോട്ടെ. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലാകുമ്പോൾ ഒരു 2 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെക്കണം. അതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ട്രേയിൽ. അപ്പോൾ അതൊന്ന് ഇളകി പോകാതെ നമുക്ക് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കാഷ്യൂസ് പൊടിച്ചതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഫ്രൂട്ട്സ് ചെറുതായി നുറുക്കിയത് ഇട്ടിട്ട് വേണമെങ്കിലൊക്കെ നമുക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ചോക്ലേറ്റും കാഷ്യൂസും എടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുഡിംഗ് മിക്സ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഡെക്കറേറ്റ് ചെയ്ത ട്രേയിലേക്ക് ഒഴിക്കുമ്പോൾ വല്ലാതെ ഇളകിപ്പോവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പതുക്കെ ശ്രദ്ധിച്ച് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി മേലെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ട്. ഡെക്കറേഷനൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഈ ചോക്ലേറ്റ് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. ഇനി ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഒരു തവി വെച്ച് ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുക. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ. അപ്പോൾ അടിപൊളി പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സജഷൻസ് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.